ജയിലിൽ ഭിക്ഷാടനം നടത്തുന്ന രീതിയിലായിരുന്നു ഈ ഗോവിന്ദസ്വാമി ഈ ട്രെയിനിൽ ചുറ്റിക്കറങ്ങിയത്. പ്രോസിക്യൂട്ടർ സുരേഷൻ പറഞ്ഞത് കേട്ടില്ലേ? കാരണം ഈ എറണാകുളം മുതൽ തന്നെ ഈ കുട്ടിയെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്ന ഗോവിന്ദസ്വാമി ഈ കുട്ടിയെ വിടാതെ പിന്തുടരുകയും അവസാനം ഷൊർണൂരിനടുത്ത് വെച്ച് തീവണ്ടിയിൽ നിന്ന് അവരെ ആക്രമിക്കുകയും അവരെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയുമായിരുന്നു. എന്നിട്ട് ക്രൂരമായി പരിക്കേറ്റ സൗമ്യയെ അയാൾ ബലാത്കാരം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതി തൃശ്ശൂരിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ നൽകി വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട് ജീവപര്യന്തം സെൻട്രൽ ജയിലാണ്. ഇപ്പോൾ ഈ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ലോസ് ആയിട്ട് നോക്കുക. ഇയാൾ ഒറ്റക്കയ്യനാണ്, കൊടും ക്രിമിനലാണ്. ഇയാളെ എവിടെയെങ്കിലും വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൈകാര്യമൊന്നും ചെയ്യാൻ പാടില്ല. ആശാഗോപിനാഥൊക്കെ പറയുന്നത് ജനങ്ങൾ നിയമം കയ്യിലെടുത്തോളൂ. അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതിനൊരു പൗരനും ഒരാൾക്കും അധികാരവുമില്ല. നിയമവ്യവസ്ഥയുടെ ആദരവുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇപ്പോഴത്തെ ചിത്രം ഇതാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കുക. ഇയാളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരനെ അറിയിച്ചാലും മതി. കാരണം ഇയാൾ കൊടും ക്രിമിനലാണ്, കരുത്തനാണ് എന്ന് പറയുന്നു. ഇയാൾക്ക് വല്ലാത്ത ധൈര്യമുള്ള ഒരാളാണ്. കോടതി മുറിയിൽ വെച്ച് പോലും അഭിഭാഷകരോടും അതേപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ തട്ടിക്കയറാനും നിങ്ങളെയൊക്കെ കാണിച്ചു തരാം എന്ന ഭീഷണി പുറപ്പെടുവിക്കാനും ഒക്കെ കഴിയുന്ന വലിയൊരു ധൈര്യമുള്ള ഒരു ക്രിമിനൽ തന്നെയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാളുടെ പുറത്തേക്കുള്ള വരവ് വല്ലാതെ ആളുകളെ ആശപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സൗമ്യയുടെ അമ്മ പറഞ്ഞത് അവർക്ക് കൈകാലുകൾ വിറയ്ക്കുന്നു ഈ വാർത്ത കേട്ടിട്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇയാളുടെ മരണം ഉറപ്പാക്കണമെന്ന് കരുതി ഓരോ ദിവസവും കണ്ണീരും കൈയുമായി കഴിയുകയാണ് ഈ അമ്മ. പാവം ആ അമ്മയോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അമ്മയുടെ ജീവിതം തന്നെ ഇരുട്ടായി കഴിഞ്ഞു. കണ്ണ് തുറന്നാൽ മുന്നിൽ ശൂന്യതയേ ഉള്ളൂ. എന്തിന് ജീവിക്കണമെന്നൊരു തോന്നൽ പോലും ഈ അമ്മ പലപ്പോഴും നമ്മളുമായി ചോദിക്കുന്ന ചോദ്യം അങ്ങനെയൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. കാര്യം ഈ അമ്മയുടെ നിസ്സഹായത, നിയമത്തിൻ്റെ കുരുക്കുകളിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ഈ അമ്മ നിസ്സഹായമായി നോക്കി നിൽക്കുകയായിരുന്നു. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിലായിരുന്നു അന്ന് ഈ ഫെബ്രുവരി മാസം ഈ സൗമ്യ കൊല്ലപ്പെടുന്ന സമയത്ത് ഇയാളെ കണ്ടത്. കാരണം ഇയാൾ എറണാകുളം മുതൽ തന്നെ ഈ പാസഞ്ചർ ട്രെയിനിൽ ഈ സൗമ്യയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. അവസാനം ഇയാൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇവരെ സൗമ്യ ആക്രമിക്കുന്നതും. സൗമ്യ ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റു. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ കൊലപാതകം, ശരിക്കും ഈ ആക്രമണം നടന്നത്. 5 ദിവസം ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിട്ട് അവസാനം മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഏറ്റവും വലിയ തെളിവായി മാറിയത് ഇയാളുമായി മൽപ്പിടുത്തം നടന്നപ്പോൾ ഇയാളുടെ ശരീരത്തേറ്റ 27ഓളം പോറലുകളാണ്. കാരണം അതിഭീകരമായിട്ട് ഈ കുട്ടിയെ ആക്രമിച്ചു എന്ന് മാത്രമല്ല ഇയാൾ ബലാത്കാരം ചെയ്യുകയും അങ്ങനെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഈ പാവം പെൺകുട്ടിയുടെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം തൃശ്ശൂരിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇയാൾ 15 കുറ്റകൃത്യങ്ങൾ ഇയാളെ പേര് തെളിയുകയും കൊലപാതകം, ബലാത്സംഗം, മോഷണം എന്നിവ സംശയാതീതമായി തെളിഞ്ഞെന്ന് ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജിയായിരുന്ന രവീന്ദ്ര ബാബു പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് കടുത്ത ഭീഷണിയാകുമെന്ന് കോടതി നിരീക്ഷിച്ച കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. അപൂർവങ്ങളിൽ അപൂർവം, റയറസ്റ്റ് ദ റയർ വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന കേസാണ് എന്ന് കരുതിയാണ് ഗോവിന്ദസ്വാമിക്ക് 2011 നവംബർ 11-ാം തീയതി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. അതുപോലെ തന്നെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപയും പിഴയും അന്ന് അതിവേഗ കോടതി വിധിച്ചിരുന്നു. കേരള ഹൈക്കോടതി തൃശ്ശൂർ അതിവേഗ കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയാണ്. ജസ്റ്റിസ് കെമാൽ പാഷ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഈ ശിക്ഷ ശരിവെച്ചു. കേസ് അന്വേഷിച്ച പോലീസുകാരും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ബാധിച്ച അഭിഭാഷകരുമൊക്കെ സൗമ്യയുടെ ആത്മാവിനോടും പൂർണ്ണമായും ആത്മാർത്ഥ പുലർത്തി. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ചെന്ന് ഇയാളിപ്പോൾ ജീവപര്യന്തം തടവാക്കി വധശിക്ഷ ഇല്ലാതാവുകയും ചെയ്ത് ഇയാളാണ് ഇത്രയും കടുത്ത കൊടും ക്രിമിനലാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഏതാണ്ട് 82ഓളം സാക്ഷികളെ വിസ്തരിക്കുകയും 43ഓളം തൊണ്ടിയും 101 രേഖകളും ഒക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വിധി പിന്നീടുള്ള ഉയർന്ന കോടതികളിലൊക്കെ തന്നെ ശരിവെച്ചെങ്കിലും സുപ്രീം കോടതിയിൽ വധശിക്ഷ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ആളൂരിനെ പോലെയുള്ള അഭിഭാഷകരൊക്കെ തന്നെ ഇയാൾക്ക് വേണ്ടി ഹാജരാവുകയും ചെയ്തു. ഇയാളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ സംശയിക്കുന്ന ആരുടെയെങ്കിലും പിൻബലമില്ലാതെ ഇയാൾക്ക് എങ്ങനെയാണ് പുറത്തേക്ക് വരാൻ കഴിയുക എന്നുള്ളത് പറയുകയും ചെയ്തു. മാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്ന പ്രശസ്ത ലോയർ
ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു അദ്ദേഹം ഈ വിധിയൊക്കെ തന്നെ കടുത്ത രീതിയിൽ അന്ന് വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. കാരണം ഇയാളെ പോലെ റെയറസ്റ്റ് ദ റെയർ, കാരണം പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആക്രമിക്കുക, ആ പെൺകുട്ടിയെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിടുക, എന്നിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തുക, ബലാത്കാരം ചെയ്യുക, കടുത്ത രീതിയിൽ മുറിവേൽപ്പിക്കുക, അവസാനം 5 ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുക. ഇതൊക്കെ തന്നെ റെയറസ്റ്റ് ദ റെയർ, അപൂർവങ്ങളിൽ അപൂർവമെന്ന് വധശിക്ഷ കൊടുക്കാൻ ന്യായീകരണമായി പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഈ സൗമ്യ കൊലപാതക കേസ് മാറുകയായിരുന്നു. എന്നാൽ കോടതി ഇയാളിൽ കുറ്റം കണ്ടെത്തുകയും സംശയാതീതമായി കേസ് തെളിയിക്കപ്പെടുകയും റെയറസ്റ്റ് ദ റെയർ കേസാണെന്ന് തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇയാളെ ഈ കേസിൻ്റെ ഒരു നാൾ വഴിയുണ്ട്. ഇപ്പോഴും നടുക്കത്തോട് മാത്രമേ ഏതൊരു പെൺകുട്ടിക്കും ഈ സൗമ്യ കേസ് ആലോചിക്കാൻ കഴിയൂ. ഇയാൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ എന്നല്ല, പെൺകുട്ടികളുടെ ജീവന് തന്നെ അപകടമാണെന്ന് കണ്ടെത്തിയാണ് കോടതി ഇയാൾക്ക് വധശിക്ഷ, ഹൈക്കോടതി ശരിവെച്ച വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചെന്നാൽ സുപ്രീം കോടതിയിൽ പോയി നിയമത്തിൻ്റെ തലനാരിഴകി പരിശോധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഇയാൾ ജീവപര്യന്തമാക്കി തൻ്റെ ശിക്ഷ ചുരുക്കി വാങ്ങിച്ചതും ഇയാളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ, ഏറ്റവും സുരക്ഷയുണ്ടെന്ന് നമ്മൾ കരുതുന്ന കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇരുമ്പ് കമ്പികൾ മുറിച്ച ഒറ്റക്കയ്യൻ പുറത്തേക്ക് ചാടി ആകാശവാണിയുടെ മതിൽ ചാടിക്കടന്ന് ഇയാൾ എങ്ങോട്ടോ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത നമ്മളെ തേടി ഈ പ്രഭാതത്തിൽ വന്നത്. ഈ കേസിൻ്റെ നാൾവഴിയിലൂടെ കടന്നു പോകാൻ, അതായത് സൗമ്യ കേസ്, ആ കേസിൻ്റെ നാൾ വഴി നമ്മളെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതും ഞെട്ടിക്കുന്നതും നടുക്കുന്നതുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2011 ഫെബ്രുവരി 1-ാം തീയതി ബലാത്കാരം ചെയ്ത് ഭീകരമായി പരിക്കേറ്റ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ കണ്ണോടിക്കുകയാണ്. സൗമ്യ കൊലക്കേസിൻ്റെ നാൾ വഴിയിലൂടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തനേഷ് തമ്പി. തനേഷ്, നമ്മളെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് അധികം ദിവസങ്ങളിൽ ഞാൻ ഈ സൗമ്യയുടെ അമ്മ സുമതിയുമായി സംസാരിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ നമ്മൾ പകച്ചു നിന്ന് പോയിട്ടുണ്ട്. ആ അമ്മയാണ് പറയുന്നത്, എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു, ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏതോ വാർത്താ ചാനലിൽ നിന്ന് വിളി വന്നത്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഭയചകിതയായ അമ്മ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത്. ആ അമ്മയുടെ കണ്ണീരും ആ അമ്മയുടെ വേദനയുടെ ആഴവും നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ ഓരോ പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഈ കാര്യം മനസ്സിലാകും. സൗമ്യയുടെ അമ്മ തന്നെ ഒരു പ്രതീകമാണ്.